ഹലോ, വലിയ സംഖ്യ ഏത്? രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ട്രിക്ക് കാണിച്ചു തരട്ടെ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഈ രണ്ട് സംഖ്യകൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 into 5 is equal to 40, 6 into 3 is equal to 18. 40 ആണോ 18 ആണോ വലുത്? ഓഫ് കോഴ്സ് 40 ആണ് അല്ലെ. സോ 40യുടെ അടുത്തുള്ള ഈ സംഖ്യ ആയിരിക്കും വലുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. 2/4 ആണോ 3/7 ആണോ വലുത്? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 7 ഇവിടെ ആൻസർ എഴുതുന്നുണ്ടോ? 40. 4 into 3 12. ഇവിടെ 14 ആണ് വലുത്. സോ ഈ സംഖ്യ ആയിരിക്കും വലുത്. ഓക്കെ, ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് ന്യൂമറേറ്ററിന്റെ അടുത്താണോ വലിയ സംഖ്യ വരുന്നത് ആ സംഖ്യ ആയിരിക്കും അതിൽ വലിയ സംഖ്യ. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഷോർട്ട് ട്രിക്സ് ഉണ്ട് മാത്തമാറ്റിക്സിൽ. എത്ര കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്തമാറ്റിക്സ് ഇനി ഒരു ഡിഫിക്കൽട്ട് സബ്ജക്ട് ആവില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് PSC എക്സാമിയുടെ ആപ്പിൽ മാത്സിന് മാത്രമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് PSC എക്സാമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി മാത്സ് നിങ്ങൾക്ക് ഒരു പേടി സ്വപ്നം ആവില്ല. ഈസി ആയിട്ട് നമുക്ക് മാത്സ് പഠിച്ചെടുക്കാം. ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ PSC എക്സാമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക.